ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റാർ 916. അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടുള്ളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു മത്തൻ കൊണ്ടൊരു മത്തൻ കൂട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാൽ. ഇതാപ്പോൾ മത്തൻ്റെ തോലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല പൊടിയുള്ള മത്തനാണ്, അപ്പോൾ വേഗം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇതാ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് നല്ല ഉടഞ്ഞു വന്നോളൂ, അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. 2 വിസിലടുപ്പിച്ചെടുക്കാം. ഇനി വിസിലടിക്കട്ടെ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് തേങ്ങ അരച്ചിട്ടെടുക്കാം. തേങ്ങ, നല്ല ജീരകം, കാന്താരിമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി നമുക്ക് നന്നായി തിക്ക് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ മതി. ഓവറായിട്ട് അരിഞ്ഞു പോകരുത്. ഇത് കൂട്ടിലേക്കുള്ളതായതുകൊണ്ട് ഓവറായിട്ട് അരിയരുത്. ഇതാ മത്തൻ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. 2 വിസിൽ ധാരാളമാണ്. നന്നായിട്ട് ഉടച്ചിട്ട് ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് ചൂടാക്കണില്ല. ഇനി വറവിടുമ്പം അതിലേക്കിട്ട് ചൂടാകുന്നതേ ഉള്ളൂ. ഇത് അടുപ്പത്ത് ചൂടാക്കണില്ല. ഇനി ഇത് വറവിടാനായിട്ട് കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത് വറവിടാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നല്ല ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം കൂട്ടി ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൂട്ടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പ് ചേർത്തതിന് ശേഷം ചൂടാക്കിയിട്ടില്ല. വറവിടുമ്പോൾ ഈ ചൂടാക്കൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ മത്തൻ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കലക്കൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാടൻ വിഭവമാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.